ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 77. അനിവർത്തി നിവർത്താത്മാ സംക്ഷേപ്താക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതാം വര. ഹരി ഹരി ഓം. 596 നാമം അനിവർത്തി. ഒന്നിൽ നിന്നും നിവർത്തിക്കാത്തവൻ, പിന്മടങ്ങാത്തവൻ എന്ന അർത്ഥമാണ് അനിവർത്തി. ഇവിടെ സ്ഥൂലമായ അർത്ഥത്തിൽ പറയുന്നു, ദേവാസുര യുദ്ധം പോലെയുള്ള യുദ്ധം ഒക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ നമുക്കറിയാം, അവസാനം വരെ ആ യുദ്ധത്തിലെ ഒരാളായിട്ട് നിന്ന് ആ യുദ്ധത്തെ ജയിപ്പിച്ചത് പോലും ഭഗവാനാണ്. അങ്ങനെ നിവർത്തിക്കാത്തവൻ, പിന്മടങ്ങാത്തവൻ, ഒന്ന് ലക്ഷ്യം കണ്ടു മാത്രം പിന്മടങ്ങുന്നവൻ എന്ന അർത്ഥത്തിലാണ് അനിവർത്തി. ഇനി മറ്റൊരു രീതിയിൽ പറയുന്നു, ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും വിമുഖനായി പിന്തിരിയാത്തവൻ, അതാണ് അനിവർത്തി. 597 നാമം നിവർത്ത ആത്മാ. ഈ ലോക വിഷയങ്ങളിൽ നിന്ന് നിവർത്തമായ പിൻവാങ്ങിയ ആത്മാവോടുകൂടിയവൻ. ഈ മായയിലാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത്. പക്ഷെ മുമ്പ് പറഞ്ഞു, ഭഗവാൻ അതിനോടൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് തൻ്റെ മനസ്സിനെ നിവർത്തിച്ചവരാണ് എന്നതിനാൽ നിവർത്താത്മാ. 598 നാമം സംക്ഷേപ്ത. താൻ തന്നെ സൃഷ്ടിച്ച, പിന്നീട് താൻ തന്നെ അതിവിസ്തൃതമാക്കിയ ഈ ജഗത്തിനെ ആ പ്രളയകാലത്തിൽ ചുരുക്കിക്കൊണ്ടുവന്ന് തൻ്റെ ഉദരത്തിലാക്കുന്നു. സംക്ഷേപിച്ച് രൂപേണ തന്നിൽ തന്നെ അങ്ങനെ ചുരുക്കി വയ്ക്കുവാൻ എന്നർത്ഥത്തിൽ, ചുരുക്കി വെക്കുന്നവൻ എന്നർത്ഥത്തിൽ, സംക്ഷേപിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് സംക്ഷേപ്ത. 599 നാമം ക്ഷേമകൃത്. അനന്യഭക്തരായ ആളുകളുടെ ക്ഷേമത്തെ, എല്ലാ ക്ഷേമത്തെയും ഭഗവാൻ നിർവഹിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ബാഹ്യമായിട്ട് ഒറ്റനോട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒരിക്കലും യഥാർത്ഥത്തിൽ എന്താണോ ശരിയായ ആവശ്യം, അതിനൊരു മുട്ട് വരില്ല. ഭക്ഷണം, വസ്ത്രം, അതിനൊരിക്കലും ഒരു മുട്ട് വരില്ല. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം അവർ കടന്നു പോകുന്നത്. എന്നാലും അവരുടെ ക്ഷേമത്തെ ചെയ്യുന്നവനാണ് ഭഗവാൻ. ഈ ഒരു ധൈര്യത്തിലാണ് സന്യാസിമാരൊക്കെ വെറുമൊരു ഭിക്ഷാപാത്രം മാത്രം എടുത്ത് ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഭഗവാൻ നോക്കുമെന്ന ഒറ്റ വിശ്വാസത്തിലാണ് യോഗികളൊക്കെ ഇറങ്ങി നടക്കുന്നത്. കാരണം ഭഗവാനിൽ അനന്യ മനസ്കരായിട്ടുള്ളവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഭഗവാൻ നോക്കുമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ കൊടുത്ത ഒരു ഉറപ്പാണ്. അതാണ് ക്ഷേമകൃത്. 600 നാമം ശിവ. മംഗളസ്വരൂപിയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ നാമമഹിമ കൊണ്ട് തന്നെ അത് ചൊല്ലുന്നവനും മംഗളരൂപികളായി തീരും, ഐശ്വര്യവത്തായി തീരുന്നതാണ്. അവർക്ക് ശുദ്ധിയെ കൊടുക്കുന്നു എന്ന് അർത്ഥം. അങ്ങനെ ഇനി സ്ഥൂലമായ അർത്ഥത്തിൽ പരമശിവൻ വേറെയല്ല, ഭഗവാൻ മഹാവിഷ്ണുവും വേറെയല്ല. രണ്ടും ഒന്നു തന്നെയാണ്. ഒരേ ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഒരു സ്തുതി മനസ്സറിഞ്ഞ് ജപിച്ചാൽ യഥാർത്ഥത്തിൽ എല്ലാ ദേവീദേവന്മാരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് യാതൊരു ഭേദവുമില്ല ഇവിടെ. അത് ഭാവങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ ശിവസ്വരൂപനായിരിക്കുന്നവൻ ഭഗവാൻ എന്നർത്ഥം. 601 നാമം ശ്രീവത്സവക്ഷാഹ. തൻ്റെ വക്ഷസിൽ ശ്രീവത്സം എന്ന മറുകുള്ളവൻ. ഈ ഒരു മറുകും ഭഗവാന്റെ ഭക്തവാത്സല്യത്തിലുള്ള ഒരു തെളിവാണ്. ഭൃഗുമഹർഷി അല്ലെ, ഒരു കഥയുണ്ടല്ലോ, ആർക്കാണ് ക്ഷമാശീലമുള്ളത് എന്ന് അറിയാൻ, പരീക്ഷിക്കാൻ വേണ്ടി മഹർഷിമാരൊക്കെ ഭൃഗുമഹർഷിയെ ചുമതലപ്പെടുത്തി. അങ്ങനെ ഭൃഗുമഹർഷി ത്രിമൂർത്തികളിൽ ആർക്കാണ് സത്വഗുണം കൂടുതലുള്ളത് എന്ന് പരീക്ഷിക്കാൻ. അപ്പോൾ ആദ്യം ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും അരികിലേക്ക് പോയി ആ രണ്ടുപേരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാവുകയും അവസാനം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തിയിട്ട് മഹാവിഷ്ണു യോഗനിദ്രയിലാണ് എന്ന് കണ്ടപ്പോൾ ഭഗവാന്റെ മാറിടത്തിൽ ചവിട്ടി എന്നാണ്. അങ്ങനെ പിടഞ്ഞെഴുന്നേറ്റ ഭഗവാൻ തന്നെ ചവിട്ടിയതിൽ ദേഷ്യപ്പെടുകയോ അല്ല ചെയ്തത്. അങ്ങനെ ചെയ്യാതെ ഭഗവാന്റെ, അതായത് ഭൃഗുമഹർഷിയെ അങ്ങനെയാണ് സംബോധന ചെയ്തത്. അങ്ങയുടെ കാലിന് എന്തെങ്കിലും സംഭവിച്ചോ?
അത്രപോലും ക്ഷമാശീലത്തോടുകൂടെ ഭൃഗുമഹർഷിയെ പോലുള്ള ഒരാൾ വന്നിട്ടും താൻ അതിൽ ശ്രദ്ധിക്കാതെ ഉറങ്ങിപ്പോയത് തൻ്റെ അപരാധമാണ് എന്ന രീതിയിലാണ് ഭഗവാൻ മഹാവിഷ്ണു പ്രതികരിച്ചത്. അങ്ങനെ ഭൃഗുമഹർഷിയുടെ ആ ചവിട്ടേറ്റ പാട് അത് തൻ്റെ മാറിൽ ഒരു അലങ്കാരമായിട്ടിരിക്കുമെന്ന് ഭഗവാൻ തന്നെ നിശ്ചയിച്ചു എന്നാണ്. അങ്ങനെ തൻ്റെ ഭക്തവാത്സല്യത്തിനുള്ള ഒപ്പം തന്നെ ആ സത്വഗുണത്തിൻ്റെ സത്വമൂർത്തിയാണ് താനെന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ശ്രീവത്സം ഭഗവാന്റെ മാറിൽ ഉള്ളത്. അങ്ങനെ വക്ഷസിൽ ശ്രീവത്സം എന്ന മറുകുള്ളവൻ, അതാണ് ശ്രീവത്സ വക്ഷാഹ. 602 നാമം ശ്രീവാസാഹ. ശ്രീ ദോഷരഹിതയായ ശ്രീ ഭഗവതിക്ക് ഇരിപ്പിടമായവൻ ഭഗവാൻ, അതാണ് ശ്രീവാസഹ. 603 നാമം ശ്രീപതിഹി. ലക്ഷ്മി ദേവി പതിയായി സ്വീകരിച്ചവൻ. പാലാഴി കടയുന്ന അവസരത്തിലാണ് ലക്ഷ്മി ദേവി ആ പാലാഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവിടെ വെച്ച് ഇന്ദ്രാദി ലോകപാലന്മാരെ പോലും ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ വരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ശ്രീയുടെ ലക്ഷ്മിയുടെ പതിയായി തീർന്നവൻ എന്ന അർത്ഥത്തിൽ ശ്രീപതിഹി. 604 നാമം ശ്രീമതാം വരഹ. വേദത്തെ അറിഞ്ഞ ശ്രീമത്തുക്കളായിട്ടുള്ള, അതായത് ബ്രഹ്മാവ് മുതലായവർ, അവരാണ് ശ്രീമത്തുക്കൾ. അവരിലും ശ്രേഷ്ഠനായിട്ടുള്ള അവരുടെയൊക്കെ നിയന്താവ് എന്ന അർത്ഥത്തിൽ ശ്രീമതാം വരഹ. ഹരിയും.